ഒരു 4 പതിറ്റാണ്ടായിട്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതുമായിട്ടുള്ള ഒരു ഘടകമാണ് ഇൻഫർമേഷൻ എന്നുള്ളത്. ഇൻഫർമേഷൻ ആണ് നമ്മളെ എല്ലാവരെയും ഇന്ന് ബന്ധിപ്പിക്കുന്നത്. IT മേഖലകളുടെ ഒരു വലിയ കുതിച്ചുവയ്പ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് എത്തി നിൽക്കുന്നത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷനെ കുറിച്ച് വലിയ ഒരു ചർച്ച കുറച്ചു കാലമായിട്ട് ശാസ്ത്രീയമായിട്ട് നടക്കുന്നു. ഇൻഫർമേഷൻ തിയറി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ന് എത്തി നിൽക്കുന്നത് നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായതുകൊണ്ട് ഇന്ന് പുതിയ മാനം ഇൻഫർമേഷൻ തിയറിക്ക് വരുന്നുണ്ട്. നമ്മുടെ ഈ യാഥാർത്ഥ്യം തന്നെ ഒരു ഇൻഫർമേഷൻ ആണോ, ഒരു അൽഗോരിതമാണോ നമ്മളും നമ്മൾക്ക് ചുറ്റുമുള്ള ഈ പ്രപഞ്ചം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ശാസ്ത്രജ്ഞരും മറ്റുള്ളവരുമെന്നുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ വലിയ സാധ്യതകളെ മുൻനിർത്തിയിട്ടാണ് ഇത്തരം ചിന്തകളിലേക്ക് ആളുകൾ എത്തിച്ചേരുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ചില നിയമങ്ങളെ നമുക്ക് ഇൻഫർമേഷനിലൂടെ എങ്ങനെ വിലയിരുത്താം എന്നുള്ളതിനെക്കുറിച്ചും ചിന്തിക്കുന്നു. നമുക്കറിയാം ആൽബർട്ട് ഐൻസ്റ്റീൻ എനർജി മാറ്റർ ഇക്വലൻസി, അതായത് ദ്രവ്യവും ഊർജവും ഒന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് പ്രസിദ്ധമായിട്ടുള്ള E=mc² എന്ന വിശ്വവിഖ്യാത ഫോർമുല. അതുപോലെ തന്നെ ലോസ് ഓഫ് തെർമോഡൈനാമിക്സ് നമ്മുടെ പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നതിൽ വലിയൊരു ഘടകമാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, തേർഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്നറിയപ്പെടുന്ന ഈ നിയമങ്ങളിൽ ആദ്യത്തെ നിയമം പറയുന്നത് ദ്രവ്യമോ ഊർജമോ നിർമ്മിക്കപ്പെടുന്നില്ല, അതില്ലാതാകുന്നുമില്ല. അതെക്കാലവും അതേ തോതിൽ നിലനിൽക്കുന്നു. ദ്രവ്യം ഊർജമാവാം, ഊർജം ദ്രവ്യമാകാം, എന്നാലും ഇതാകത്തുക എപ്പോഴും നിലനിർത്തുന്നുണ്ട്. രണ്ടാമത്തെ തെർമോഡൈനാമിക് നിയമം പറയുന്നത് ഒരു ക്ലോസ്ഡ് സിസ്റ്റം, ഒരു അടച്ചിട്ട സിസ്റ്റത്തിൽ അതിൻ്റെ ക്രമരാഹിത്യം, ഡിസോർഡർ കൂടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഇതിനെ വിശേഷിപ്പിക്കുന്ന സാങ്കേതിക പദം എൻട്രോപ്പി എന്നാണ്. അപ്പം എൻട്രോപ്പി ഓഫ് എ ക്ലോസ്ഡ് സിസ്റ്റം വിൽ ഓൾവേസ് ഇൻക്രീസ് എന്നാണ് തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം പറയുന്നത്. മൂന്നാമത്തെ നിയമം നമ്മുടെ ഈ വിഷയത്തിൽ അത്ര പ്രാധാന്യമുള്ളതല്ല, പക്ഷെ അത് പറയുന്നത് ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലിൽ 0 എൻട്രോപ്പി നിലനിൽക്കാം. 0 ടെമ്പറേച്ചറിൽ ഒരു 0 എൻട്രോപ്പി, അബ്സല്യൂട്ട് 0യിൽ ഒരു 0 എൻട്രോപ്പി നിലനിൽക്കാമെന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു ശ്രദ്ധ വന്നത് മെൽവിൻ വോബ്സൺ എന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് പോർട്സ്മൗത്ത് അമേരിക്കയിലാണ് ഗവേഷണം ചെയ്യുന്നത്. അദ്ദേഹം ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. അദ്ദേഹം ആധാരമാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എനർജി മാറ്റർ ഇക്വലൻസിന് അതീതമായിട്ട്, എനർജി മാസ് ഇക്വലൻസിന് അതീതമായിട്ട് എനർജി മാസ് ഇൻഫർമേഷൻ എന്നുള്ളൊരു ഇക്വലൻസ് എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഊർജവും ദ്രവ്യവും മാത്രമല്ല, അതിൽ ഇൻഫർമേഷൻ, വിവരണവും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ വിവരണത്തിന് മാസുണ്ട്, വിവരണത്തിന് ഊർജമാകാം അല്ലെങ്കിൽ ദ്രവ്യമാകാം എന്നുള്ള രീതിയിൽ ആണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഈ ആശയത്തെ അദ്ദേഹം സെക്കൻഡ് ലോ ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ലോ ഓഫ് ഇൻഫോഡൈനാമിക്സ് എന്നുള്ള ഒരു സിദ്ധാന്തം, ഒരു ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിദ്ധാന്തമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഡിസോർഡർ അല്ലെങ്കിൽ ക്രമരാഹിത്യം അത് കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പോലെ തന്നെ ഇൻഫർമേഷൻ എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കുന്നു. ഊർജവും മാസമായിട്ടുള്ള ആ എൻട്രോപ്പിയെ നമുക്ക് ഫിസിക്കൽ എൻട്രോപ്പി എന്ന് പറയാം. വിവരണത്തിന്റെ ഡിസോർഡറിനെ നമുക്ക് ഇൻഫർമേഷൻ എൻട്രോപ്പി എന്ന് പറയാം. അതൊരു സിസ്റ്റത്തിൽ കൂടിക്കൊണ്ടിരിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, അതിനൊരു വ്യത്യാസമുണ്ട്. സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ഒരു വ്യത്യാസമുണ്ട്. അതെന്താണെന്നൊന്ന് പെട്ടെന്ന് നോക്കാം. നമുക്കൊരു ബോക്സിൽ കുറേ കുട്ടികൾ കളിക്കുന്ന പോലെ കുറേ ബ്ലോക്സ് ഉണ്ട്, ലെഗോ ബ്ലോക്സ് എന്ന് പറഞ്ഞ്. അത് വെച്ച് നമുക്ക് വീടുണ്ടാക്കാം, എന്തെങ്കിലും വാഹനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള രീതിയിലുള്ള ഈ ലെഗോ ബ്ലോക്സ് ഉണ്ട്, കുട്ടികളുടെ കളിപ്പാട്ടം. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളെയും
അവിടെ ഉണ്ടാക്കാം. പല ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളെയും ആ ഒരു കളിക്കൂട്ടിനുള്ളിൽ നിന്ന് നമുക്ക് നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഓരോ കാര്യം നിർമ്മിക്കുന്നതും നമുക്കൊരു ഫിസിക്കൽ സ്റ്റേറ്റ് ആയിട്ട് കാണാം. ചില ഫിസിക്കൽ സ്റ്റേറ്റുകൾ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു വീട് എളുപ്പത്തിൽ നിർമ്മിക്കാം. 3 ചുവരുകളും മുകളിലൊരു കൂരയുമായി കഴിഞ്ഞാൽ ഒരു വീടാകും. പക്ഷേ ഒരു സ്പേസ് ഷിപ്പ് അല്ലെങ്കിൽ ഒരു വിമാനം ഉണ്ടാക്കുക അത്ര എളുപ്പമല്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റുകൾ കൂടിക്കൊണ്ടിരിക്കും. അവൈലബിൾ സ്റ്റേറ്റ്സ് കൂടുന്നു. അതോടൊപ്പം അതിന്റെ ഫിസിക്കൽ എൻട്രോപ്പി അല്ലെങ്കിൽ ഡിസോർഡർ കൂടിക്കൊണ്ടിരിക്കും. ഒരു മുറിയിൽ ഒരു വസ്തുവുമില്ലാതെ വളരെ നീറ്റായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിസിക്കൽ എൻട്രോപ്പി കുറഞ്ഞതാണെന്നും അതിൽ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഫിസിക്കൽ എൻട്രോപ്പി കൂടിയതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ കളിക്കൂട്ടിൽ ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ലെഗോ ബ്ലോക്സ് അതിന് കളറുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നീല നിറത്തിലും പച്ച നിറത്തിലും ചുവപ്പ് നിറത്തിലുമൊക്കെ ഉള്ള ബ്ലോക്സുകളാണ്, കട്ടകളാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ കളറുകൾക്ക് നമുക്കൊരു ഇൻഫർമേഷൻ എൻകോഡ് ചെയ്യാം. നീല എന്നുള്ളത് ഒരു പ്രത്യേക ലിപിയാണെന്നും, പച്ച വേറൊരു ലിപി അല്ലെങ്കിൽ വേറൊരു നമ്പർ, ചുവപ്പ് യെസ് ഓർ നോ എന്നുള്ള വാക്കിനെ സൂചിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഫർമേഷനുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടാക്കുക മാത്രമല്ല അതിലൂടെ നമുക്ക് വിവരണം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മീനിങ് ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷനിൽ ചില കാര്യങ്ങൾ മീനിങ് ഫുൾ ആയിരിക്കില്ല. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകത്തുക ഇതൊരു ഇൻഫർമേഷൻ എൻട്രോപ്പി കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ സിസ്റ്റത്തിന്റെ ടോട്ടൽ എൻട്രോപ്പി എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ എൻട്രോപ്പിയും ഇൻഫർമേഷൻ എൻട്രോപ്പിയും ചേർന്നിരിക്കുന്നതാണ് എന്നാണ് വോബ്സൺ അദ്ദേഹത്തിന്റെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണക്ക് കൂട്ടണം, എന്നാൽ മാത്രമേ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ എൻട്രോപ്പിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആശയം വെച്ചുകൊണ്ട് മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു, ജനറ്റിക് കോഡ് എങ്ങനെ നിർമ്മിതമാകുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ സാധിക്കും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. നമുക്ക് അത് കോസ്മോളജിക്കലായിട്ട് പ്രപഞ്ച ഭൗതിക ശാസ്ത്രത്തിലേക്കും നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും ഈ ഒരു ആശയത്തെ. അപ്പോൾ അവിടെ ഇദ്ദേഹം പറയുന്നത് പല സിമെട്രീസും രൂപങ്ങളുടെ സാദൃശ്യങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. സിമെട്രിക്കലായിട്ടുള്ള ഫോംസ് ഉള്ളതായിട്ട് കാണാം പ്രപഞ്ചത്തിൽ. ഇത്തരം സിമെട്രിക്കലായിട്ടുള്ള ഫോംസ് ഒരു ഇൻഫർമേഷനും എൻകോഡ് ചെയ്യുന്നുണ്ട്. സിമെട്രി കൂടുന്നതനുസരിച്ച് നമുക്ക് ഇൻഫർമേഷൻ കുറവാകുന്നതും കാണാം. കാരണം ഒരു സ്ക്വയർ അതൊരു സിമെട്രിക്കലായിട്ടുള്ള ഒരു ഷേപ്പാണ്. 4 സൈഡുകൾ കൊണ്ട് അതിനെ നമുക്ക് വിവരിക്കാൻ സാധിക്കും. അതേസമയം ഒരു സർക്കിൾ ആണെങ്കിൽ ഇങ്ങനെ 4 സൈഡുകൾ വേണ്ട, ഒരു സെന്ററും ഒരു റേഡിയസും കൊണ്ട് നമുക്ക് സർക്കിളിനെ, ഒരു സമവൃത്തത്തെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സ്ക്വയറിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് വൃത്തത്തിലേക്ക് പോകുമ്പോൾ ഇൻഫർമേഷൻ കുറയുന്നതായിട്ട് കാണാം. അത് കൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നത് പ്രപഞ്ചത്തിന്റെ സിമെട്രിയും പ്രപഞ്ചത്തിന്റെ ആ ഒരു സാദൃശ്യവും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. കൂടുതൽ സിമെട്രിക് ആയിട്ടുള്ള വിവരണങ്ങൾ, ഫിസിക്കൽ സ്ട്രക്ചേഴ്സ് പ്രപഞ്ചത്തിൽ ഉണ്ടാകുകയും അത് ഇൻഫർമേഷനെ കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയും. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിന്റെ ടോട്ടൽ എൻട്രോപ്പി ഒന്നുകിൽ അത് മാറാതെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ അത് കുറയുന്നു എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അതുവരെ നമുക്ക് പ്രശ്നമില്ല. ഇത് നമുക്ക് ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് നല്ലൊരു മോഡലായിട്ട് സ്വീകരിക്കാം. പക്ഷേ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അടുത്ത ആശയം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പ്രപഞ്ചവും നമ്മളെല്ലാവരും ഒരു സിമുലേറ്റഡ്, ഒരു കൃത്രിമ റിയാലിറ്റിയാണ്. വേറെ ഏതോ ഒരു ഉയർന്ന ബുദ്ധി ഉണ്ടാക്കിയിട്ടുള്ള ഒരു അൽഗോരിതത്താൽ പ്രവർത്തിക്കുന്ന ഒരു കൃത്രിമ ലോകത്തിലാണ് നമ്മളെന്ന് അനുമാനിക്കേണ്ടി വരും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊരു കമ്പ്യൂട്ടർ സിമുലേഷൻ മാത്രമാണ് നമ്മുടെ അസ്തിത്വം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതിന് വിരൽ ചൂണ്ടുന്നതാണ് ഇദ്ദേഹത്തിന്റെ സെക്കൻഡ് ലോ ഓഫ് ഇൻഫോഡൈനാമിക്സ് എന്ന് പറയുന്ന പുതിയ ആശയം. ഇത് ഒരു ഹൈപ്പോത്തസിസ് ആണ്, ഒരു മോഡലാണ്. ഇത് പരീക്ഷണത്തിന് വിധേയമായിരിക്കാം. പരീക്ഷണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ അത് ഫാൾസിഫൈ ചെയ്യാൻ സാധിക്കും. ഫാൾസിഫയബിളോ, അത് ശരിയാണോ ഫാൾസ് ആണോ ശരിയാണോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അതുവരെ നമുക്കിതിൻ്റെ ഒരു താത്വിക വശത്തിലേക്കൊന്ന് കടന്നു പോകാം. നമുക്കറിയാം, നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട്
വിശദീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ നമുക്ക് മെറ്റാഫിസിക്കലായിട്ട് ആർഗ്യൂ ചെയ്യാൻ സാധിക്കും, സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ സിമുലേഷൻ ഹൈപ്പോത്തസിസിനെ അങ്ങനെ ഒരു മെറ്റാഫിസിക്കൽ വിശകലനത്തിന്, അനാലിസിസിന് വിധേയമാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം. വാസ്തവത്തിൽ അങ്ങനെ യുക്തിഭദ്രമായിട്ട് നിലനിൽക്കുന്ന ഒരു വസ്തുതയല്ല സിമുലേഷൻ ഹൈപ്പോത്തസിസ്. കാരണം സിമുലേഷൻ ഹൈപ്പോത്തസിസ് ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എന്താണ്, അതിന്റെ നേച്ചർ എന്താണ് എന്ന് വിവരിക്കുന്നത് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ലോകത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് അതിനെ മാറ്റിവെക്കുന്നു. അപ്പൊ അതൊരു ബെഗിങ് ദ ക്വസ്റ്റ്യൻ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു സർക്കുലർ ആർഗ്യുമെന്റ് ആയിട്ട് മാറും. ആ ലോകത്തിലെ യാഥാർത്ഥ്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വിവരിക്കുന്നില്ല. അതിനെ അസ്യൂം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഈ ലോകത്തെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഈ ലോകത്തിൽ നിന്ന് മറ്റേ ലോകത്തെ നമ്മൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സർക്കുലർ ആർഗ്യുമെന്റ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു. രണ്ടാമത്തത്, ഇത് ശ്രേണീബദ്ധമായിട്ടുള്ള ഒരു പദ്ധതിയാണ് വയ്ക്കുന്നത്. ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ബുദ്ധി അതിൻ്റെ പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് താഴെയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ ലോകം എന്നുള്ള സങ്കല്പം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഹിറാർക്കി 2 ലെവലിൽ തന്നെ നിലനിൽക്കണം, ആ ശ്രേണി 2 ലെവലിൽ തന്നെ നിലനിൽക്കണം എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? നമ്മുടേതൊരു സിമുലേറ്റഡ് റിയാലിറ്റി ആണെങ്കിൽ അത് ഉണ്ടാക്കി തരുന്ന റിയാലിറ്റിയും ഒരു സിമുലേറ്റഡ് റിയാലിറ്റി ആയിരിക്കാം. അതിന്റെ പിന്നിലും വേറൊരു സിമുലേറ്റഡ് റിയാലിറ്റി, അതിന്റെ പിന്നിൽ വേറൊരു സിമുലേറ്റഡ് റിയാലിറ്റി എന്നുള്ള രീതിയിൽ ഒരു സിമുലേഷൻ വിത്തിൻ എ സിമുലേഷൻ വിത്തിൻ എ സിമുലേഷൻ എന്ന് അനന്തമായിട്ട് ഇത് പുറകിലോട്ട് പോകും. ഇതിനെ ഇൻഫിനിറ്റ് റിഗ്രസ് എന്ന് പറയും. ഇൻഫിനിറ്റി എന്നുള്ള ആശയം ശാസ്ത്രത്തിലും ഗണിതശാസ്ത്രത്തിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇൻഫിനിറ്റ് റിഗ്രസ് എന്നുള്ള ഒരു വാദം എന്നുള്ള ഒരു കാര്യം ഒരു വാദത്തിൽ വരികയാണെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം നമ്മൾ തത്വചിന്തയിൽ, മെറ്റാഫിസിക്സിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഉത്തരങ്ങൾ തേടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ പിന്നീട് ആ ഒരു ലൈൻ ഓഫ് തോട്ട് നമ്മൾ വീക്ഷിക്കേണ്ടതായിട്ട് വരും. ഇത്തരം ഇൻഫിനിറ്റ് റിഗ്രസിന്റെ പ്രശ്നം അതാണ്. ചോദിക്കുന്ന ഉത്തരത്തിന് നമ്മൾ അനന്തമായിട്ട് കാത്തിരിക്കേണ്ടി വരും ഒരു ഉത്തരത്തിന്. അതുകൊണ്ട് തന്നെ അത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞ് നമുക്കത് തള്ളിക്കളയേണ്ടി വരും. മൂന്നാമത്തതായിട്ടുള്ള പ്രശ്നം ഒരു പാൻ കമ്പ്യൂട്ടേഷണലിസം എന്നുള്ള ഒരു വസ്തുതയാണ് ഇത്തരം സിമുലേഷൻ ഹൈപ്പോത്തസിസുകൾ എല്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തെ ഇന്ന് വളരെയധികം സ്വാധീനിക്കുന്ന ഒന്നാണ് കമ്പ്യൂട്ടേഴ്സ്. ഇൻഫർമേഷൻ ടെക്നോളജി നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു ഇൻഫർമേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ തിയറി കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്രെയിനിനെ ഒരു കമ്പ്യൂട്ടറായിട്ട് വിശേഷിപ്പിക്കുന്നത്. വാസ്തവത്തിൽ ബ്രെയിനിൽ കമ്പ്യൂട്ടറിനെ സമാനമായിട്ടുള്ള ഒരു കാര്യവും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. എന്നിരുന്നാലും നമ്മൾ ബ്രെയിൻ ഒരു മൈക്രോ പ്രോസസ്സർ പോലെ പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് എന്ന് നമ്മൾ ധരിക്കുന്നത്. നമുക്ക് ചുറ്റും ഇത്തരം മെഷീനുകൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ സങ്കല്പിക്കാവുന്ന ഒരു കാര്യമാണ് ബ്രെയിനിന്റെ പ്രവർത്തനം ഒരു കമ്പ്യൂട്ടറാണ് എന്ന് സങ്കല്പിക്കുക. അതിൻ്റെ വേറൊരു വശമാണ് ഈ പ്രപഞ്ചം തന്നെ ഒരു കമ്പ്യൂട്ടേഷൻ ആണ് എന്ന് സങ്കല്പിക്കുക. അതിനെയാണ് പാൻ കമ്പ്യൂട്ടേഷണലിസം എന്നുള്ള ഒരു മെറ്റാഫിസിക്കൽ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിലും പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ എന്നുള്ള ഒരു ആശയം, ആ കൺസെപ്റ്റ്, അത് നമ്മുടെ മനുഷ്യ നിർമ്മിതമാണ്. നമ്മൾക്ക് കാണുന്ന ചില എക്സ്പീരിയൻസ്, അത് ഇലക്ട്രോണിക് സെമി കണ്ടക്ടർ ഡിവൈസസിലായാലും വാൾവ്സിലായാലും എല്ലാം നമ്മൾ കാണുന്ന ചില അനുഭവങ്ങളെ നമ്മൾ വിശദീകരിക്കാൻ യൂസ് ചെയ്യുന്ന ചില മാനദണ്ഡമാണ്, ചില തത്വങ്ങളാണ്, അല്ലെങ്കിൽ ചില കൺസെപ്റ്റുകളാണ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു അസ്തിത്വം ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത് ഒരു വലിയ എടുത്തുചാട്ടമാണ്. അതിനെ സാധൂകരിക്കാൻ നമ്മുടെ കയ്യിൽ ഇന്ന് വലിയ തെളിവുകളൊന്നുമില്ല. വേറെ സാധാരണയിലും കൂടുതലായിട്ടുള്ള ഒരു വലിയ എടുത്തുചാട്ടമായതുകൊണ്ട്, എക്സെപ്ഷണലി ഒരു ലാർജ് ആർഗ്യുമെന്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് എക്സെപ്ഷണലി സ്ട്രോങ് എവിഡൻസിന്റെ ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു എവിഡൻസും കമ്പ്യൂട്ടേഷൻ സ്വതന്ത്രമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അൺഗ്രൗണ്ടഡ് കമ്പ്യൂട്ടേഷൻ എന്ന് പറയും. അത് നമ്മൾക്ക് അറിയാവുന്ന ചില കൺസെപ്റ്റുകൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു നിലനിൽപ്പുണ്ട് എന്ന് പറയുന്നതിന് തുല്യമാണ്. ഈ സിമുലേഷൻ തിയറിയിലേക്ക് എത്തുന്ന
സെക്കൻഡ് ലോ ഓഫ് ഇൻഫോ ഡൈനാമിക്സിന്റെ പല ആശയങ്ങളും ഒരു പക്ഷേ നമുക്ക് പല പരീക്ഷണങ്ങളിലൂടെയും അത് വിധേയമാക്കിയിട്ട് അതിൻ്റെ പല സഹായകരമായിട്ടുള്ള തെളിവുകളും കണ്ടെത്താൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതിനെ ഒരു സിമുലേഷൻ ഹൈപ്പോത്തസിസിലേക്ക്, അതായത് നമ്മുടെ ഈ അസ്തിത്വം, നമ്മുടെ ഈ റിയാലിറ്റി തന്നെ, നമ്മുടെ ഈ യാഥാർത്ഥ്യം തന്നെ ഒരു കമ്പ്യൂട്ടർ ഗെയിമിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പോലെയാണ് എന്ന് പറയുന്നതിൽ വലിയ ഒരു എടുത്തുചാട്ടമുണ്ട്, വലിയൊരു കാൽവയ്പ്പാണ്. അതിന് അനുസൃതമായിട്ടുള്ള വലിയ ശക്തമായിട്ടുള്ള തെളിവുകൾ ഇന്ന് നമ്മുടെ കയ്യിലില്ല.